ഗെയ്സ് അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഫുഡ് കഴിക്കാൻ പോയിട്ട് നേരെ പാർക്കിലോട്ട് പോകുന്ന കാര്യമല്ലേ. അങ്ങനത്തെ ബാക്കി വിശേഷം കാണാവേ. അങ്ങനെ പാർക്കിലോട്ട് കയറുവാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക്, അതുകൊണ്ട് നമുക്ക് വലിയ ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇസുവിന് എന്താണ് ഇതുവരെയും അവൾ ഇതുപോലൊരു പാർക്കിലോട്ട് കയറിയിട്ടില്ല കേട്ടോ. സാധാരണ അവൾ സ്കൂളിലുള്ള റൈഡുകളിൽ കയറുന്നതല്ലാണ്ട് നമ്മൾ ബീച്ചിൽ അങ്ങനെ ഇങ്ങനെ പോവുമെങ്കിലും പാർക്ക് പോലുള്ള സംഭവം നമുക്ക് ഇവിടെ അടുത്തില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ പോയിട്ടുമില്ല. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേനും അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എല്ലാത്തിലും കയറാനും ഇറങ്ങാനും സംഭവം അവൾ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണെങ്കിലും പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും എല്ലാത്തിലും വലിഞ്ഞങ്ങ് കയറിയിടാം. ഇതാ ഈ സാധനത്തിലാണ് കയറിയിട്ട് പകുതി എത്തിയിട്ട് അവൾക്ക് പേടിയായി. പകുതിയെങ്കിലും കയറിയത് ഞങ്ങൾ എന്താണ് അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ നോക്കുന്നത്. ഇസുവിൻ്റെ കളി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെ കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെയാണ് മുതുക്ക് കൂത്താട്ടം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും എല്ലാവരും ഇരുന്ന് നിരങ്ങി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കപ്പിൾസ് റൈഡൊക്കെ നടക്കുന്നുണ്ട് ഗെയ്സ്. പിന്നെ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേന്ന് കാണാൻ പറ്റിയെന്ന് ഇവിടെ ഒരു പ്രായം വിഷയമേ ഇല്ല കേട്ടോ. കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എല്ലാവരും എൻജോയ് ചെയ്ത് പിന്നെ നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പം നമ്മളെ പാലോട് പാങ്ങോടാണ് ഈ സ്ഥലം വന്നിട്ട്. വരാത്തവർ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരണേ. നമ്മുടെ പാങ്ങോട് സ്പോർട്ടിസ് പാർക്ക് എന്നാണ് കേട്ടോ. ഫാമിലി പാർക്കാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് വരാൻ നോക്കേ.